എസ് വിജയകുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, സ്വാഭാവികമായും ഇടക്കാല ബജറ്റ് എന്നതുകൊണ്ട് തന്നെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ, അത് ഊന്നി നിൽക്കുന്ന മേഖലകൾ, അതിലേക്ക് ഒന്നുകൂടി ശ്രദ്ധ പതിപ്പിക്കുന്നതായിരിക്കും ഈ ഇടക്കാല ബജറ്റിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഒരു ഭാഗത്ത് ഉള്ള പ്രതീക്ഷ. അതേസമയം തന്നെ രാജ്യത്തെ അടിസ്ഥാന വർഗം നേരിടുന്ന, രാജ്യത്തെ മധ്യവർത്തി വിഭാഗം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായ തൊഴിലില്ലായ്മ, വിലക്കയറ്റം പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുമുണ്ട്. എന്തായിരിക്കും ഇതിനോട് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ഈ ബജറ്റിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഗോപി, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു ബജറ്റാണ്. ക്ഷേമ പരിപാടികൾക്ക് ആ നിലയിൽ പോപ്പുലറായ അല്ലെങ്കിൽ ജനപ്രിയ തീരുമാനങ്ങൾക്കാണ് എല്ലാ തരത്തിലും സാധ്യത കാണുന്നത്. ഒപ്പം ഇപ്പോൾ നമ്മൾ ഓഹരി വിപണിയിലേക്ക് നോക്കിയാൽ സെൻസെക്സും നിഫ്റ്റിയും വളരെ ഗംഭീരമായി പ്രകടനം കാഴ്ചവെക്കുന്നു. അതായത് 250 പോയിന്റ് അധികം ഉയരുന്നുണ്ട് സെൻസെക്സ് രാവിലെ തന്നെ 72,000-72,000 ഉയരുന്നപ്പോൾ കോർപ്പറേറ്റ് മേഖലയും ക്യാപിറ്റൽ മാർക്കറ്റും ഒക്കെ ആ നിലയിലും ഈ ബജറ്റിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് കാണുന്നത്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഫോക്കസ് എന്നത് വനിതാക്ഷേമമായിരിക്കാം, നാരീശക്തി ആയിരിക്കാം എന്നതാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. അത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം ഉണ്ടാകും. ജനങ്ങൾക്ക് നേരിട്ട് പണം കിട്ടുന്ന അല്ലെങ്കിൽ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പണം എത്തുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് തരത്തിലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആളുകളിലേക്ക് പണം എത്തുന്നു. രണ്ട്, ഈ റൂറൽ എക്കോണമിയെ ഒരിക്കൽ കൂടി ചലിപ്പിക്കാൻ കഴിയുന്നു. ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഈ അസംഘടിത തൊഴിൽ മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. അത് ഇന്ത്യയുടെ റൂറൽ എക്കോണമിയെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. MSME നമുക്കറിയാം, ആ സെക്ടർ ഈ കോവിഡിന് ശേഷം ഒന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് അവരെ കുറെ കൂടി സർക്കാർ ചേർത്തു പിടിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ ആ നിലയിലുള്ള ചില പദ്ധതികൾ ഇതിൽ കൂടുതലായി ഉൾപ്പെടുത്തുമെന്നൊക്കെയുള്ള വിവരമുണ്ട്. ഒപ്പം തന്നെ ഈ കാർഷിക, അതായത് കർഷകർക്ക് നേരിട്ട് പണം നൽകുന്ന കിസാൻ സമ്മാൻ നിധി, അതാണ് ഒരു ഊന്നൽ നൽകാൻ സാധ്യതയുള്ള ഒരു മേഖലയായി പൊതുവെ എല്ലാവരും സൂചിപ്പിക്കുന്നത്. അതിലെ ഇപ്പോൾ ഏതാണ്ട് 6,000 രൂപയാണ് പ്രതിവർഷം ആ പദ്ധതിയിലെ ആ കർഷകർക്ക് ലഭിക്കുന്നത്. അത് 9,000-ഓ 12,000-ഓ അയക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ വനിതകൾക്ക് കുറെ കൂടി, വനിതാ കർഷകർക്ക് കുറെ കൂടി പണം നേരിട്ട് ലഭിക്കുന്ന തരത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നും ഉള്ള വിലയിരുത്തലുണ്ട്. ഒപ്പം ഈ ആദായ നികുതി സ്ലാബുകളുടെ കാര്യത്തിലും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇടക്കാല ബജറ്റിൽ സർക്കാർ തയ്യാറായേക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്ന ചില സാമ്പത്തിക വിദഗ്ധരുണ്ട്. അങ്ങനെയല്ല, അത് മധ്യവർത്തികളെ അല്ലെങ്കിൽ ഇടത്തരക്കാരെ ഒപ്പം നിർത്താൻ അതിലും സ്ലാബിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ചില അത്ഭുതങ്ങൾ, ചില സർപ്രൈസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് കാലമായതിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ചില സർപ്രൈസുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 4 പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, നൂതന ആശയം, അതോടൊപ്പം തന്നെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, ഇതിനെല്ലാം പരിഗണിക്കുന്ന ഒന്നായിരിക്കും ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ എന്ന സൂചന നേരത്തെ തന്നെ ധനമന്ത്രി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന്. ഒരു ചെറിയ ഇടവേള, അതിന് മുൻപ് അതിനുശേഷം ഇടവേളകളില്ലാതെ ബജറ്റിന്റെ മുഴുവൻ വിവരങ്ങളും പ്രേക്ഷകർക്ക് 24-ലൂടെ അറിയാൻ കഴിയും.